ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നവറാസ് കിച്ചൺ. അപ്പോൾ നവറാസ് കിച്ചൻ്റെ മറ്റൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ കേക്കാണ്. ഇത് നമ്മൾ ഇതിൽ ഫ്ലേവർ ആയിട്ടൊന്നും ചേർക്കുന്നതല്ല, ഒറിജിനൽ മാംഗോ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതിലേക്കുള്ള കൂട്ടും അതുപോലെ തന്നെ കേക്ക് മിക്സൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നവറാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൊതുവെ കേക്കിന് ചെയ്യുന്ന പോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ ഒന്ന് തരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ ഒരു കപ്പ് ഞാൻ കണക്കാക്കുന്ന ഈ ഒരു ഗ്ലാസ്സാണ്. 1 കപ്പ് മൈദ. അതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല, ബേക്കിംഗ് പൗഡറേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. അതൊരു 3/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് അരിപ്പയിലൂടെ തരിച്ചെടുക്കുക. ഒന്നിങ്ങനെ മിക്സ് ആക്കി കൊടുത്തിട്ട് തരിച്ചെടുക്കുന്നതാവും ഏറ്റവും നല്ലത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ കേക്ക് നമ്മൾ തരിക്കുന്നത് കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ 3 പ്രാവശ്യമൊക്കെ തരിച്ചു കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കേക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ സാധാരണ മാംഗോ പ്യൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ ചേർക്കും. അപ്പം ഞാൻ ഇതിൽ മാംഗോ പ്യൂരി ഒന്നും അല്ല ചേർക്കുന്നത്, സാധാ ഒറിജിനൽ മാംഗോയുടെ പേസ്റ്റ് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടയെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ വൈറ്റ് വേറെ യോക്ക് വേറെ ഒന്നും ആക്കിയിട്ടില്ല, രണ്ടും സെപ്പറേറ്റ് ആക്കാതെ ഒരുമിച്ച് മിക്സ് ആക്കിയിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നല്ലോണം ഒന്ന് പതപ്പിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ ഒന്നിങ്ങനെ പതിഞ്ഞു വന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് മൈദയിലേക്ക് 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ 3/4 കപ്പിൻ്റെ അടുത്താക്കിയിട്ട് എടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ മാങ്ങ ചേർക്കുന്നത് ആ മാംഗോ നല്ല മധുരമുള്ള മാംഗോ ആണ്, കാരണം അതിൻ്റെ മധുരം ഇതിലുണ്ടാവും. അപ്പോൾ ഇതാ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തപ്പോൾ നല്ലൊരു ക്രീമി കളറായിട്ട് ക്രീമി സ്ട്രക്ചറിലായി വരുന്നുണ്ട് നമ്മളെ മാവ്. ഇങ്ങനെ നല്ലോണം നമ്മൾ പതിപ്പിച്ചെടുക്കുമ്പോൾ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആക്കിയാലും മതി. മിക്സിയിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത്രക്കാണ്ട് പതഞ്ഞ് കിട്ടുമോ എന്നുള്ളതാണ് സംശയം. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറും 2 ടേബിൾ സ്പൂൺ ബട്ടറും അതുപോലെ തന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഗീ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മെൽറ്റാക്കി എടുത്തതായിരുന്നു. ആ മെൽറ്റാക്കിയതൊന്ന് തണുത്ത ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനിതിൽ ഓയിൽ യൂസ് ചെയ്യുന്നില്ല, ഓയിലിന് പകരമാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ബട്ടർ അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗീയും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് തണുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കി വെക്കുക. കേക്ക് ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ തന്നെ അത് ആദ്യം റെഡിയാക്കി വെക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് യെല്ലോ കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ മാംഗോയുടെ എസെൻസ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് എസെൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ ചില മാംഗോ എസെൻസിൽ നല്ല യെല്ലോ കളറായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ആ കളർ തന്നെ ഉണ്ടാവും യെല്ലോ കളറായി കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് മാംഗോ എസെൻസ് ഇല്ല, അതുകൊണ്ടാണ് ഇത് ചേർത്തത്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ മാംഗോ നന്നായിട്ട് പേസ്റ്റ് ആക്കി വെച്ചതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ മിക്സിയിലിട്ടിട്ട് നല്ല പോലെ തോല് കളഞ്ഞിട്ട് പേസ്റ്റ് ആക്കി എടുത്തതാണ്. ഞാനിതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല, കാരണം ഇതൊരു പാകിസ്ഥാനി മാങ്ങയാണ്, അപ്പോൾ നല്ല മധുരമുള്ളൊരു മാങ്ങയാണ്. അതുകൊണ്ട് അതിലേക്ക് സെപ്പറേറ്റ് മധുരത്തിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്കൊരു 5-6 ടേബിൾ സ്പൂണോളം ഞാനിത് ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ഇതാ വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മാങ്ങയും കൂടെ ചേർത്തപ്പോൾ ഒന്നും കൂടെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കളർ മാറി. നല്ല കളറുള്ള മാങ്ങ ആയതുകൊണ്ട് ബാറ്ററിന് നിങ്ങൾ കാണുന്നുണ്ടാവും നല്ലൊരു മഞ്ഞ നിറത്തിൽ തന്നെ വന്നു. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. അപ്പോൾ പാൽപ്പൊടി ഇല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാല് ചേർത്താലും മതി. അപ്പോൾ ഞാനത് മാങ്ങയും കൂടെ ചേർക്കുമ്പോൾ നമ്മൾ ബാറ്റർ ഒന്നും കൂടി ലൂസിലാണ് ഉള്ളത്. അപ്പോൾ പറ്റ ലൂസായി പോവണ്ടെന്ന് കരുതിയിട്ടാണ് പാലിന് പകരം ഞാൻ പാൽപ്പൊടി ചേർക്കുന്നത്. പാൽപ്പൊടി ചേർക്കുമ്പോൾ ഒന്നുകൂടെ എന്താ പറയുക, സോഫ്റ്റ് കിട്ടും. അപ്പോൾ പാൽപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇപ്പം നന്നായിട്ട് ഇതാ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്.
ലൂസായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പൊടികൾ നമ്മൾ നേരത്തെ തരിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കുക. അത് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഈ പൊടി ചേർത്തിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലോയിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഒരുപാട് ഹൈയിലിട്ടിട്ട് ബീറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് കൊണ്ട് മിക്സ് ആയി വരുമ്പോൾ പിന്നെ നമുക്കിതുപോലെ ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഒരു സൈഡൊക്കെ ഇട്ട് തന്നെ കറക്കി മിക്സ് ആക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒന്നായിട്ടിട്ട് ഇളക്കി മറിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും നേരം ബീറ്റ് ചെയ്തെടുത്തതൊക്കെ വെറുതെ ആയി പോവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ആക്കിയെടുക്കുക. ഇപ്പം നല്ലൊരു തിക്കായിട്ടുള്ളൊരു മാവായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇങ്ങനെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് അത്യാവശ്യം കട്ടിയിലാണ് വന്നിട്ടുള്ളത്. നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ, കാരണം മാങ്ങ അതിൽ ചേർത്തുകൊണ്ട് നല്ലൊരു ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഓയിൽ കൊണ്ട് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുള്ള കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ആ കേക്ക് ടിന്നിൽ ഓയിൽ ഗ്രീസ് ചെയ്ത ശേഷം ഒരു ബട്ടർ പേപ്പർ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതങ്ങനെ നമുക്ക് ഓവനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ച് കൊടുത്താൽ മതി. ഒരു 170 ഡിഗ്രിയിൽ 30 മുതൽ 35 മിനിറ്റ് വരെയൊക്കെ വേവിച്ചെടുക്കുക. കാരണം മാംഗോ ആയതുകൊണ്ട് ഉള്ളു കുറച്ചും കൂടെ ഒന്ന് വെന്ത് കിട്ടാൻ ചിലപ്പോൾ സാധാ കേക്കിനേക്കാളും കുറച്ചും കൂടെ ടൈം പിടിക്കും. നമ്മളിപ്പോൾ പഴം മാങ്ങയൊക്കെ ചേർക്കുമ്പോൾ അതുപോലെ ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടാൻ കുറച്ച് പണിയെടുക്കും. ഇനി ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ ഒരു 40 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 40-45 മിനിറ്റ് വരെയൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇടയിൽ തുറന്നു നോക്കരുത്. ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക. എന്നിട്ട് കുത്തിയിട്ട് നോക്കിയാൽ മതി. ഇപ്പം ഇതാ നമ്മുടെ മാങ്ങ നമ്മൾ ബാറ്ററിലേക്ക് ചേർത്ത ബാക്കിയുള്ള മാങ്ങയുടെ പേസ്റ്റാണിത്. ഇതിലേക്ക് ഞാനൊരു 4 പീസ് വൈറ്റ് ചോക്ലേറ്റ് ചേർക്കുന്നുണ്ട്. അത് നമ്മളതിൽ എന്താ പറയുക, അതിൻ്റെ മുകളിൽ ചേർക്കാനുള്ള ഒരു ഗണാഷ് പോലെ കൊടുക്കുമല്ലോ, അതിന് പകരം നമ്മൾ മാംഗോ വെച്ചിട്ട് ഒരു ചോക്ലേറ്റിൽ ഇതുപോലെ മെൽറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ചോക്ലേറ്റും മാംഗോയും കൂടെ ഇപ്പോൾ ഒന്നിച്ച് ഓവനിൽ വെച്ചൊന്ന് മെൽറ്റാക്കി എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ഡബിൾ ബോയിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് ഇത് അതിൻ്റെ മുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കേക്ക് നമ്മൾ അടുപ്പത്ത് വെച്ച ഉടനെ തന്നെ അത് തയ്യാറാക്കി എടുക്കുന്നതാണ് നല്ലത്. കാരണം ഇതൊന്ന് ചൂടാറണം അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെക്കരുത്, പുറത്ത് തന്നെ വെക്കുക. ചൂടില്ലാത്ത സ്ഥലം നോക്കിയിട്ട് പുറത്ത് വെക്കുക. റൂം ടെമ്പറേച്ചറിലാണ് തിരിക്കേണ്ടത് കേക്ക് റെഡി ആവുന്നത് വരെ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ക്രീമും തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ക്രീമിൽ ഞാനൊരു ഇത്തിരി മാംഗോയുടെ പ്യൂരി ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നിങ്ങൾക്ക് മാംഗോ എസൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ കേക്ക് ബോർഡിൽ കേക്ക് വെച്ചിട്ടുണ്ട്. നമ്മളെ കേക്ക് റെഡി ആയിട്ട് ഞാൻ കട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് എടുത്തിട്ടുള്ളത്. അതിന് മുന്നുള്ളതിൽ കാണിച്ചിട്ടില്ല. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ് കേക്ക് കട്ട് ചെയ്യുന്ന രൂപവും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇത് ഫോളോ ചെയ്യുക. ഇപ്പോൾ ഇതാ കേക്ക് മുറിച്ച അതിലേക്ക് ഞാൻ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ കേക്കിനെ 2ആയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഒരു ലെയറും കൂടി ആക്കി മുറിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ കുറച്ചൊരു കട്ടിയിലായിട്ടാണ് ഞാൻ മുറിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മുടെ ക്രീം ചേർത്ത് കൊടുക്കുക. ക്രീം നന്നായിട്ട് അതിൽ തേച്ച് പിടിപ്പിച്ച ശേഷം ഈ മാംഗോയുടെ പൂര് നമ്മൾ തയ്യാറാക്കിയ ചോക്ലേറ്റുമായിട്ട് ചേർത്ത് വെച്ചിട്ടുള്ള മിക്സ് നമ്മളതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ കേക്കിന് വെച്ച് കൊടുക്കണം. അപ്പോൾ കേക്കിന് വെച്ച് കൊടുക്കുന്നതിൻ്റെ മുന്നേ അതിനൊന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് നനച്ചെടുക്കുക. ബ്രഷിന് ഇതുപോലെ ബ്രഷ് ഇട്ടോ അതല്ലെങ്കിൽ കുപ്പിയിലാക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ ആ കേക്കും വെച്ചു. ഇനി അതിൻ്റെ മുകളിലും നമുക്ക് ഇതുപോലെ ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിന് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അതിന്മേക്കുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എങ്ങനെ വന്നാലും കേക്ക് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുക. ഇതിൻ്റെ ബാറ്ററൊക്കെ നിങ്ങൾ ഈ രൂപത്തിലാക്കി എടുക്കുകയാണെങ്കിൽ, ഈ അളവിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള കേക്കാണ്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രൂപത്തിലാണ് മൊത്തത്തിൽ ഇതിനെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.